പടിവാതിലിലൂടെ കടന്നു പോകുന്ന രാജാവിൻ്റെ പത്നിയെ, രാജ്ഞിയെ അഭിസംബോധന ചെയ്ത് എന്തെങ്കിലും സഹായം വേണം എന്ന് ചോദിക്കാനിരിക്കുന്ന കുറെ ആളുകളുടെ കൂട്ടത്തിൽ രണ്ട് കണ്ടു കാണാത്ത ആളുകളുണ്ട്. ഒരാൾ പറയും, അല്ലാഹുമ്മ, പടച്ച തമ്പുരാനെ, അഗ്നിനി ബിഫദ്ലി മലികത്തി ഹാദിഹിൽ ബൽദ, ഈ രാജ്യത്തിന്റെ രാജ്ഞിയായ ആ മഹദിയുടെ കരങ്ങളാൽ എനിക്ക് നീ ഐശ്വര്യം തരണമേ. ഇപ്പുറത്താൾ എന്നിട്ട് പറയും, അല്ലാഹുമ്മ അഗ്നിനി ബിഫദ്ലി, പടച്ചവനെ നിന്റെ ഔദാര്യം എനിക്ക് തരണമേ. ഇതിങ്ങനെ രാജ്ഞി ഇടക്കിടക്ക് കേൾക്കുന്നതാണ്. ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരാൾ പറയുന്നു, ഈ രാജ്ഞിയുടെ ഔദാര്യം കിട്ടിയാൽ മതിയായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടേനെ. വേറൊരാൾ, പടച്ചവന്റെ ഔദാര്യം കിട്ടിയാൽ മതിയായിരുന്നു. രണ്ടു കണ്ണു കാണാത്ത ആളാണ്. ഇപ്പൊ രാജ്ഞിക്കും തന്നെ രാജ്ഞിയുടെ പേര് പറയുമ്പോൾ ഒരാവേശം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് രാജ്ഞി ഇയാൾക്ക് ഭക്ഷണമായിട്ട് വേവിച്ചെടുത്ത ചിക്കനും അതിന്റെ ഉള്ളിൽ 10 സ്വർണ്ണ നാണയവും 10 ദീനാറും വെച്ച് കൊടുത്തയക്കും. അള്ളാന്റെ അനുഗ്രഹം തരണമേ എന്ന് പറയുന്ന ഈ മനുഷ്യനാണെങ്കിലോ ഒരു 2 ദിർഹം കൊടുത്തയക്കും. ദിർഹം വെള്ളി നാണയമാണ്, ദീനാർ സ്വർണ്ണ നാണയമാണ്. രാജ്ഞിയുടെ ഔദാര്യം കൊണ്ട് രക്ഷപ്പെടുത്തലേ പടച്ചോനെ എന്ന് പറയുന്ന ആൾക്ക് 10 സ്വർണ്ണ നാണയവും അദ്ദേഹത്തിന് മാംസമായി അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്ന ദജാജത്തുൽ മശ്വിയ, പൊരിച്ച കോഴി എന്നൊക്കെ പറയാം. ദിവസങ്ങൾ കടന്നുപോയി. അള്ളാന്റെ ഔദാര്യം ചോദിച്ച ആൾക്ക് 2 ദിർഹം വെള്ളി നാണയവും മറ്റേ ആൾക്ക് 10 സ്വർണ്ണ നാണയവും ചിക്കനും കിട്ടുന്നത്. 10-ലേറെ ദിവസം കഴിഞ്ഞപ്പോ രാജ്ഞിക്ക് തോന്നി, ഇയാൾ എന്താ എല്ലാ ദിവസവും ഇവിടെ എങ്ങനെ ഇരിക്കുന്നത്? അദ്ദേഹത്തോട് ചോദിച്ചു, 10 ദിവസമായി ഞാൻ നിങ്ങൾക്ക് നൽകിയ എന്റെ സമ്മാനം നിങ്ങൾക്ക് മതിയായിട്ടില്ലേ? എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ രാജ്ഞിക്കറിയാം 10 സ്വർണ്ണ നാണയം ഇയാൾക്ക് കൊടുക്കുന്നുണ്ട് ഈ കണ്ണു കാണാത്ത ആൾക്ക്. മറ്റേ കണ്ണു കാണാത്ത ആൾക്ക് 2 വെള്ളി നാണയം. അപ്പൊ രാജ്ഞി ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് തന്നിരുന്ന ഭക്ഷണം, അതിനുള്ളിലെ പാരിതോഷികവും നിങ്ങൾ എന്ത് ചെയ്തു? പറഞ്ഞു, എല്ലാ ദിവസവും എനിക്ക് ചിക്കൻ കഴിക്കാൻ പറ്റുമോ? നിങ്ങളിലേക്ക് കൊടുത്തയക്കുന്ന ഈ ചിക്കൻ, വേവിച്ച ഈ ഭക്ഷണം, അതിൻ്റെ ഉള്ളിൽ 10 ദീനാറുണ്ടെന്ന് ഈ സാധുവിന് അറിയില്ല. ഞാൻ എന്റെ അയൽപക്കക്കാരനായ സുഹൃത്തിന് വിൽക്കും, അയാൾ എനിക്ക് 2 ദിർഹം തരും. ആ ചിക്കൻ അതിൻ്റെ ഉള്ളിൽ സാധനം കൊടുക്കണത്. അള്ളാന്റെ ഔദാര്യം തരണമേ എന്ന് ചോദിച്ചിരുന്ന ഈ മനുഷ്യന് 2 ദിർഹമാണ് കിട്ടിയിരുന്നത്. പക്ഷെ സത്യത്തിൽ അയാൾക്ക് കിട്ടിയിരുന്നത് ഈ 10 സ്വർണ്ണ നാണയമായിരുന്നു. 10 ദിവസവും ഇയാൾക്കാ കൊടുത്തത്. അപ്പൊ രാജ്ഞി പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ ഇടപെടൽ വല്ലാത്തൊരു ഇടപെടൽ തന്നെ. എന്റെ പേര് ചോദിച്ച് വരുന്ന ആൾക്ക് കുറച്ച് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചപ്പോ നിന്റെ പേര് വെച്ച് ചോദിച്ച ആളിന് തന്നെയാണത് കിട്ടിയത്. അയാളത് ചിക്കൻ വാങ്ങിക്കും, തിരിച്ച് 2 ദിർഹം വെള്ളി നാണയം ഇയാൾ കൊടുക്കും. ഈ സാധുവിന് അറിയില്ല അതിന്റെ ഉള്ളിൽ 10 സ്വർണ്ണ നാണയമുണ്ട്. അല്ലാഹു ജല്ല ജലാലുവിന്റെ ഔദാര്യവും അല്ലാഹുവിന്റെ അനുഗ്രഹവും നമ്മൾ ചോദിച്ചെങ്കിൽ നമ്മൾ അറിയാത്ത വഴികളിലൂടെ അത് വന്നിരിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, അല്ലാഹുവേ നിന്റെ ഔദാര്യം എനിക്ക് തരണമേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പള്ളിയിലേക്ക് നമ്മൾ കടക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ദിക്ർ ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നുവത്രേ, വഫീത വഖഫീത വവഖീത, നിനക്ക് അല്ലാഹു സംരക്ഷണം നൽകി കഴിഞ്ഞു, നിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു, നിനക്ക് അല്ലാഹു എല്ലാ തരത്തിലുമുള്ള സുരക്ഷിതത്വം തന്നു എന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ പറയാ. ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ ഫഇദാ ഖുദിയത്തിസ് സ്വലാഹ് ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. കച്ചവടക്കാരോട് പറഞ്ഞു, ജുമുഅയുടെ ബാങ്ക് വിളിക്കുമ്പോ നിങ്ങൾ കച്ചവടത്തിന്റെ നിങ്ങളുടെ ഷോപ്പിന്റെ ഷട്ടറൊക്കെ താഴ്ത്തണം. ഇദാ നൂദിയ ലിസ്സലാ,
മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. ജുമുഅ കഴിഞ്ഞാൽ നിങ്ങൾ ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. അല്ലാഹുവിന്റെ ഔദാര്യം നിങ്ങൾ തേടി പുറപ്പെട്ടേക്കും. അല്ലാഹു നമുക്ക് ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നു. എന്നിട്ട് പറഞ്ഞു ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖി. നിങ്ങൾ പഠിക്കാൻ പോകുന്നതും ജോലിക്ക് പോകുന്നതും കൃഷിയിടത്തിലേക്ക് പോകുന്നതും ഒക്കെ അല്ലാഹുവിന്റെ ഔദാര്യം തേടിയുള്ള യാത്രയാണ്. പക്ഷേ എത്രത്തോളം അല്ലാഹുവിന്റെ ഔദാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ മനസ്സുകളിൽ നമ്മൾ ഈമാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നത് മറ്റൊരു വിഷയമാണ്. അല്ലാഹുവിന്റെ ഈ ഔദാര്യം നമുക്ക് ശരിക്കും ബോധിക്കുന്നുണ്ടോ? നമ്മൾ ഈ രാത്രിയിൽ ഈ തെങ്ങുംതോപ്പിൽ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ എന്റെ ചോദ്യത്തിന് അല്ലാഹു ഉത്തരം നൽകുന്നുണ്ട് എന്ന അല്ലാഹുവിന്റെ സാന്നിധ്യം നമുക്ക് ബോധിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതൊരു വിഷയമാണ്. റമദാൻ കഴിഞ്ഞു, ഒരു പോസ്റ്റർ കണ്ടു. റമദാൻ കഴിഞ്ഞ് സുബഹി നിസ്കാരത്തിന് കുറച്ച് ആളുകൾ ഇമാമിന്റെ പിന്നിൽ 8-10 ആള്. അപ്പൊ അതില് നല്ലൊരു എഴുത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. അതിഥികളൊക്കെ പോയി വീട്ടുകാരുടെ ബാക്കിയായി. അതിഥികൾ പോയി വീട്ടുകാരുടെ ബാക്കിയായി. സ്ഥിരം വരുന്നവർ എപ്പോഴും ഇമാമിന്റെ ബാക്കിലുണ്ട്. റമദാനിൽ മാത്രം വന്നിരുന്ന കുറച്ച് അതിഥികൾ ഉണ്ടായിരുന്നു. അവരിറങ്ങിപ്പോയി. അവർ അടുത്ത റമദാനിലേ വരുള്ളൂ. നമ്മൾ അഹ്ലുകാരായി, അല്ലാഹുവിന്റെ ആളുകളായി, ആ വീട്ടുകാരായി, അല്ലാഹുവിന്റെ മസ്ജിദിന്റെ ആളുകളായി മാറുക. അല്ലാഹുവിനെ തൗഫീഖ് തരണേ പടച്ചവനെ. സന്തോഷവും റാഹത്തും ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഓടുന്നത്. പക്ഷേ ഈ ഓട്ടം അല്ലാഹുവും അവന്റെ വിഷയവും അവന്റെ പൊരുത്തവും അന്വേഷിച്ചുള്ള ഓട്ടമാണെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകും. വലാകിൻ കരിഹല്ലാഹും ബിആസഹും ഫതബ്ബതഹും വഖീല ഖുഉദൂ മഅൽ ഖാഇദീൻ. ചില ആളുകൾക്ക് ഉന്മേഷം, താല്പര്യം, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ആഗ്രഹം ഇത് കുറയും. റമദാൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മീറ്റർ കണ്ടിട്ട് താഴേക്ക് വരും. 27 റമദാൻ 27 ആകുമ്പോൾ ആ മീറ്റർ ഭയങ്കര ഹൈ ആയിരിക്കും അല്ലേ? RPM നല്ല കൂടുതലായിരിക്കും. പിന്നെ കൂൾ ഡൗൺ തീർന്നു. 27 ആകുമ്പോഴേക്കും റമദാൻ പിരിച്ചു വിട്ടു. 29 അറിയാറില്ല. ലൈലത്തുൽ ഖദറിന്റെ മറ്റൊരു സാധ്യമേറിയ രാവായിരുന്നു അത്. അപ്പോഴേക്കും നാളെ കാണോ, നാളെ പെരുന്നാളാവോ, 29 ആകുമ്പോഴേക്കും നമുക്ക് പൊതി തീർന്ന പോലെ. യാ അല്ലാഹ്, വലാകിൻ കരിഹല്ലാഹും ബിഅസഹും. ചില ആളുകൾ അങ്ങനെ എണീറ്റ് വരുന്നത് അല്ലാഹുവിന് വെറുപ്പായിട്ട് മാറുന്ന പോലെയുണ്ട്. വലാ യസാലു ഖൗമുൻ യതഅഖറൂന ഹത്താ യുഅഖിറഹുമുല്ലാഹ്. ചില ആളുകൾ എപ്പോഴും ലേറ്റായിട്ടാ വരിക, എപ്പോഴും ഡിലേ, എപ്പോഴും പിറകിലാ വരിക. അങ്ങനെ വന്ന് അവസാനം ചില ആളുകളെ അള്ളാഹു പിറകിലാക്കി കളയും എന്ന് വിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ എപ്പോഴും ലേറ്റാണ്. ലേറ്റായി ലേറ്റ്നെസ് അവരുടെ ഹാബിറ്റായിട്ട് മാറും. അങ്ങനെ അള്ളാഹു അവിടെ എപ്പോഴും അവർ സ്വർഗത്തിലേക്ക് വരുമ്പോഴും ബാക്കിലായിരിക്കുന്ന യാ അള്ളാഹ്, അള്ളാഹുവെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. വഖീല ഖുഉദൂ മഅൽ ഖാഇദീൻ. നിങ്ങൾ ഇരിക്കുന്നവരുടെ കൂടെ ഇരുന്നാൽ മതി, നിങ്ങൾ എണീക്കേണ്ട, നിങ്ങൾ വരണ്ട എന്നവരോട് പറയപ്പെടുന്ന പോലെ എന്ന് വിശുദ്ധമായ ഖുർആൻ. من كان يريد العاجلة عجلنا له فيها ما نشاء عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. سورة الإسراء. من كان يريد العاجلة. പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു ജീവിതത്തെയാണ് ആജില എന്ന് അള്ളാഹു വിളിക്കുന്നത്. പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ലോകം, പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു ലോകം, എപ്പോഴാണ് അവസാനമെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത ഒരു ലോകം. എന്താ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലോകം. നമ്മളിവിടെ ഇരിക്കുന്നു, ഇനി നമ്മൾക്ക് ഇരുത്തത്തിന് എഴുന്നേൽക്കാൻ പറ്റുമോ അറിയില്ല, നിൽക്കുന്നവന് ഇരിക്കാൻ പറ്റുമോ അറിയില്ല.
ഇന്നത്തെ രാവ് പുലരും മുമ്പ് നമ്മൾ അല്ലാഹുവിലേക്ക് യാത്രയാകുമോ? അതും പറയാൻ അറിയില്ല. മൻ കാന യുരീദുൽ ആജില, എന്നാൽ ഇവിടം എന്തെങ്കിലും സമ്പാദിച്ചു വെക്കണം, ഭൗതികത വേണം, സൗകര്യങ്ങൾ വേണം, ദുന്യാവ് മാത്രം മതി, എനിക്ക് ഇവിടുത്തെ സുഖങ്ങൾ മാത്രം മതി എന്നുദ്ദേശിക്കുന്നവർ, മൻ കാന യുരീദുൽ ആജില, മനസ്സിന്റെ ഉദ്ദേശം അതാണ്. മോളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിലും പൈസ എന്ത് കിട്ടുമെന്ന് ആലോചിക്കുക. മോനെ കല്യാണം കഴിപ്പിക്കുകയാണെങ്കിലും കാശ് വല്ലതും കിട്ടുമെന്നാണ്. ഏത് സംഗതിയുടെ പിന്നിലും പൈസയും ഭൗതികതയും മാത്രം കാണുന്ന ആളുകൾ. അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. ആരാണോ ഇതിനു വേണ്ടി പണിയെടുക്കുന്നത്, ആരാണോ ഭൗതികതയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത്, നാം ഉദ്ദേശിക്കുന്നവർക്ക് അവരെ ആഗ്രഹിക്കുന്നത് നാം കൊടുക്കുന്നുണ്ട്. ശരിയാ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവർക്ക് അല്ലാഹ് പൈസ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ? ഇല്ല. ലിമൻ നശാ, നാം ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കും. എല്ലാവർക്കും കൊടുത്തോളൂ. ആഗ്രഹിച്ച് എല്ലാവരും നടക്കുന്നുണ്ട്, പക്ഷെ അല്ലാഹു ചില ആളുകൾ കൊടുക്കും. ثم جعلنا له جهنم يصلاها. അത് കഴിഞ്ഞാൽ പിന്നെ നരകത്തിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. ദുനിയാവിൽ ഒന്നുമില്ല, സീറോ ആണ്. സംസ്കാരമുണ്ടോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടോ? ഖുർആനോത്തുണ്ടോ? കുടുംബ ബന്ധങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണോ? അതൊന്നുമില്ല. ഇങ്ങനെ ജീവിച്ചു പോവാൻ ആഗ്രഹം. ഈ ലോകത്ത് സുഖലോലുപനായി അന്തസ്സിൽ ജീവിക്കണം, പരലോകത്തെക്കുറിച്ച് ആലോചിക്കുന്നു പോലുമില്ല. അങ്ങനത്തെ ആളുകൾക്ക് അവരാഗ്രഹിക്കുന്നത് നാം ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ, നാം ഉദ്ദേശിക്കുന്നവർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നാം നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുകയാണ്. യസുലഹാ മദ്മൂമൻ മദ്ഹൂറാ. നിന്ദ്യനായി, നിസ്സാരനായി നരകത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുന്നു. ഇവിടെ ഒരുപാട് സമ്പൽ സമൃദ്ധികൾ ഉണ്ടായിരുന്നു, പലത് ഉപകാരപ്പെടുന്നോ? പഠിച്ചത് അതിനായിരുന്നു, ജോലി ചെയ്തതിനായിരുന്നു. എന്നാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓഹരി പാവപ്പെട്ടവർക്ക് കൊടുക്കണം, മിസ്കീന്മാർക്ക് കൊടുക്കണം, മദ്രസക്ക് കൊടുക്കണം, മസ്ജിദിന് കൊടുക്കണം, രോഗികൾക്ക് കൊടുക്കണം, പ്രയാസപ്പെടുന്നവർക്ക് നൽകണം എന്ന ഒരു ചിന്തയേ ഇല്ലായിരുന്നു. ഉണ്ടാക്കണം, സമ്പാദിക്കണം എന്ന് മാത്രം. അല്ലാഹ് കൊടുത്തേക്കും. കുറെ പിഷ്കന്മാരായി അവർ ജീവിക്കും, അവർ മരിച്ചു പോകും. പക്ഷെ നാളെ പരലോകത്ത് നരകത്തിലേക്ക് അല്ലാഹു ആട്ടിവിടും. ഇനിപ്പുറത്ത് വേറൊരു വിഭാഗം. ومن أراد الآخرة وسعى لها سعيها وهو مؤمن. ആരാണോ ഈ ലോകത്തെ ഏത് പ്രവൃത്തിയുടെ പിന്നിലും പരലോകം മനസ്സുകൊണ്ട് നീയത്ത് വെച്ചത്, വമൻ അറാദൽ ആഖിറ, പരലോകം ലക്ഷ്യമാക്കി വരുന്നവരെ. ലക്ഷ്യം അല്ലാഹു എന്നുള്ള പരലോകത്ത് ഗുണം തരണേ. നിങ്ങളിപ്പോ ഇവിടെ വന്നു, നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നിങ്ങൾ വേദ വെക്കാൻ വേണ്ടി വന്നത്. ഞാൻ എൻ്റെ ലക്ഷ്യം ശരിയാക്കണം, എൻ്റെ നിയ്യത്ത് ഞാൻ ശരിയാക്കണ്ടേ? അപ്പോഴേ എനിക്കോട് കൂലിയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടുന്ന് കുട്ടികളെ കിട്ടു പറഞ്ഞ് ഉച്ചക്ക് അബുദാബിയിൽ നിന്ന് കയറിയതാ. ഇവിടെ എത്തി, ഇവിടെ നമ്മുടെ ഈ നാട്ടിലെത്തി. നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ ചൂട് ഇത് കഴിഞ്ഞ് നാളെ തിരിച്ചു പോകും വേണം. ഞാനിപ്പോൾ എന്തിനു വന്നു? എന്താ എനിക്കിതുകൊണ്ട് കിട്ടേണ്ടത്? എനിക്ക് അള്ളാഹിൻ്റെ പൊരുത്തം വേണം. അള്ളാഹിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്തു എന്ന് അള്ളാഹുവിനോട് പറയാൻ പറ്റണം. താലീമ് ചെയ്യണം, ദഅവത്ത് ചെയ്യണം. ഇത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതായിരിക്കണം എൻ്റെ നിയ്യത്ത്. അപ്പോഴേ ഞാൻ ഈ അധ്വാനിക്കണം, എനിക്ക് കാര്യമുള്ളൂ. ഞാൻ ഉറക്കൊഴിക്കുന്നതും യാത്ര ചെയ്യുന്നതും അതിൻ്റെ ടെൻഷനും ഒക്കെ അറിയാലോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ നിയ്യത്തുകൾ, എനിക്ക് എൻ്റെ നിയ്യത്ത്. നമ്മൾ ഓരോരോ ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കൊരു നിയ്യത്ത് വേണം. എങ്ങനെ? ജനങ്ങൾക്ക് എന്തെങ്കിലും ഖൈർ കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതല്ല പരിപാടി കഴിഞ്ഞിട്ട് ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്ന് പുറത്തൊരു കൊട്ടും തരാൻ, അല്ലെങ്കിൽ ആളുകളുടെ ഒരു പ്രശംസ കിട്ടണം, ആളുകൾ നന്നായിട്ടുണ്ട്, ഈ കമ്മിറ്റി നല്ല കമ്മിറ്റിയാണ് എന്ന് പറയലാണോ ലക്ഷ്യം? അതല്ല. ആളുകൾക്ക് ദഅവത്ത് ചെയ്യണം, അള്ളാഹുവിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ ചിന്തകളെ കൊന്ന് പൊടി തട്ടിയെടുക്കാനും ഒരു അവസരം വേണം. നിങ്ങളുടെ നിയ്യത്ത് അള്ളാഹുവിൻ്റെതാണെങ്കിൽ, ومن أراد الآخرة وسعى لها سعيها وهو مؤمن. ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കണമെന്ന് പറഞ്ഞെടുത്ത് അല്ലാഹു ഒരു കണ്ടീഷൻ വെച്ചു, വഹുവ മുഅ്മിൻ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഇത് ചെയ്തിരിക്കണം. എങ്ങനെ? ഈമാനുണ്ട്, എനിക്ക് അല്ലാഹു കൂലി തരണം, ആഖിറത്തിന് വേണ്ടി ഓടുകയാണ്, പരലോകത്ത് രക്ഷപ്പെടണം. അല്ലാഹുവേ
എന്റെ ജോലിയാണെങ്കിലും കച്ചവടമാണെങ്കിലും നീ പൊരുത്തപ്പെട്ടത് നിനക്ക് നീ അനുവദിച്ചു തന്നത് നിനക്ക് പൊരുത്തമുള്ളത് മാത്രം മതി റബ്ബേ എനിക്ക്. അല്ലാഹുവേ, എന്റെ ജോലിയിൽ നീ ബറക്കത്ത് തരണം, എന്റെ കച്ചവടത്തിൽ ബറക്കത്ത് തരണം, എന്റെ മക്കൾ പഠിക്കാൻ പോകുന്നവരെ നല്ലവരായി പഠിച്ചു വളരണം. അബ്ദുൽ ബാഖി ഉസ്താദ് സംസാരിച്ചും പറഞ്ഞു, നമ്മുടെ മക്കളും നമ്മുടെ വിദ്യാഭ്യാസ രംഗങ്ങളും ഒക്കെ വലിയ പ്രശ്നങ്ങളാണ്. എല്ലായിടത്തും എല്ലാ കാലത്തും ഉണ്ട്, ഇന്നത്തെ കാലത്ത് ഇച്ചിരി കൂടുതലാണ്. അപ്പൊ നമ്മുടെ മക്കളൊക്കെ നന്നായി വരണം, അവർ പഠിച്ച് നല്ലവരായി അള്ളാഹുവിനെ ഭയപ്പെടുന്ന നല്ല മനുഷ്യരായി ജീവിക്കണം. നമ്മൾ ആഗ്രഹിക്കൽ എന്താ? പഠിച്ച് നല്ല ജോലി കിട്ടി നല്ല ശമ്പളം വാങ്ങിക്കണം. അങ്ങനെയല്ല അധികം ആൾക്കാരും ചിന്തിക്കുക. എൻ്റെ മോൻ വലുതായിട്ട് നല്ല കോഴ്സ് എവിടെ പഠിക്കുന്നത്? ബാംഗ്ലൂർ, വേറെ മറ്റും പഠിക്കുന്നത് സ്കോട്ട്ലാൻഡിൽ, ഇവനോ അവൻ ഓസ്ട്രേലിയയിൽ. എന്താ ലക്ഷ്യം? നല്ല ശമ്പളം വാങ്ങണം, ദുനിയാവുണ്ടാക്കണം. അപ്പൊ പിന്നെ അതേ ഉണ്ടാവുള്ളൂ. അല്ല കൊടുത്തുനിന്ന് വരും. അപ്പാനെ നോക്കോ, ഉമ്മയെ നോക്കോ, ഉമ്മയുടെ ഉപ്പയുടെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് അല്ലാഹു എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ, അവരോട് നീ റഹ്മത്ത് ചെയ്യണേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് എന്നോട് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും കരുണ കാണിച്ച പോലെ അവരോട് നീ കരുണ കാണിക്കണമേ. ഇത് പറയാൻ പറ്റുന്ന മക്കളായി കിട്ടും അവർക്ക്, നമുക്ക് കിട്ടും അവരെ. നമ്മുടെ ലക്ഷ്യവും നമ്മുടെ നീയത്തും ശരിയല്ലെങ്കിൽ അള്ളാഹു ഇങ്ങനെ തരാനാ. നമ്മൾ ഈ ചെയ്യുന്ന പണികൾക്കൊക്കെ അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ ആഖിറവും ലക്ഷ്യമാക്കാൻ പറ്റും. ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. ആരാണോ പരലോകം ഉദ്ദേശിച്ചുകൊണ്ട് പരലോകത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത്, വെറുതെ കഠിനാധ്വാനം മാത്രം പോരാ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും ഈ ലോകം സംരക്ഷിക്കുന്നവനും, കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്ത റബ്ബേ നീയാണ് റബ്ബേ. فأولئك كان سعيهم مشكورا. ഇത്തരം ആളുകളുടെ എല്ലാ അധ്വാനവും അല്ലാഹു ശരിവെക്കുകയും അല്ലാഹുവരോട് പ്രതിഫലം കൊടുക്കുകയും ചെയ്യും അവർക്ക്. കാന സഅയ്യുഹും മഷ്കൂറാ. അവരുടെ അധ്വാനം നന്ദിയോടെ സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. വാക്കർത്ഥം അങ്ങനെയാണ്. അല്ലാഹു അവരുടെ അധ്വാനത്തിന് പ്രതിഫലം കൊടുക്കും. ഈമാനോടുകൂടിയാണ് പ്രവർത്തിച്ചത്. ഇതൊരു വലിയ വിഷയമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല ഏറ്റവും വലുത്, നമ്മൾ അതിന്റെ മോട്ടീവ് എന്താണ്, എന്തുകൊണ്ട് ഞാനിത് എന്തിനു നിസ്കരിക്കുന്നു? ഉമ്മയും വാപ്പയും പറഞ്ഞു വെച്ചിട്ട് നിസ്കരിക്കുക അല്ലല്ല, എൻ്റെ റബ്ബ് കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനായ എൻ്റെ രക്ഷിതാവ്, ആ രക്ഷിതാവിനെ എനിക്കറിയണം, ബോധിക്കണം, ഇതിനു വേണ്ടി അധ്വാനിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയാം. നമ്മുടെ അധ്വാനം ആഖിറത്തിന് വേണ്ടിയുള്ള അധ്വാനം എത്രത്തോളം ഉണ്ട് എന്നതാണ് നമ്മൾ ആലോചിക്കുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്കതിന് തൗഫീക്ക് നൽകണേ പടച്ചവനെ. മനുഷ്യൻ മരിച്ചു കഴിയുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെടും അല്ലേ? അപ്പൊ ആ മനുഷ്യന് കണ്ണ് തുറന്നു വെച്ച കണ്ണെന്ന് പൂട്ടാൻ പോലും പറ്റൂല. അപ്പൊ അടുത്തുള്ള ആൾ വന്ന് കണ്ണ് പൂട്ടി കൊടുക്കണം അല്ലേ? തുറന്നു വെച്ച വായ സ്വയം ഒന്ന് അടക്കാൻ കഴിയില്ല, ആരെങ്കിലും വന്ന് അടച്ചു കൊടുക്കണം. മടക്കി പിടിച്ച കൈ ഒന്ന് നിവർത്താൻ കഴിയില്ല, അതാരെങ്കിലും ചെയ്തു കൊടുക്കണം. എന്താ ഇവിടെ സംഭവിച്ചത്? റൂഹ് നഷ്ടപ്പെട്ടു, അതല്ലേ സംഭവിച്ചത്. ആ റൂഹിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടോ? റൂഹിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാൻ കഴിയില്ല. സച്ചിൽ വളരെ അതിസങ്കീർണമാണ്. തൊട്ടു നോക്കിയിട്ടുണ്ടോ റൂഹിനെ? ഇല്ല. എന്നാ എന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ തന്നെ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞ റൂഹില്ലാണ്ടാവോ? റൂഹ് അവിടെ ഇല്ലേ? റൂഹുണ്ട്. കാണാൻ പറ്റിയിട്ടുണ്ടോ? കാണാൻ പറ്റിയില്ല. നമ്മുടെ ശരീരത്തിൽ തന്നെയും നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ശരീരം ജീവൻ വെക്കണമെങ്കിൽ റൂഹ് വേണം. ആ റൂഹിനെ നിങ്ങൾ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ റൂഹിനെ നിഷേധിക്കാൻ പറ്റുമോ? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെയും നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ അല്ലാഹുവിനെ നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളുടെ റൂഹിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ശരീരത്തിൽ അനക്കം വേണമെങ്കിൽ അത് വേണം. ഒരു ഇലക്ട്രിസിറ്റി പോലെ, ഇലക്ട്രിസിറ്റി കണക്ഷൻ പോലെ നമുക്കത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. രുചിക്കാൻ പറ്റുമോ? പറ്റൂല. വാസനിക്കാൻ പറ്റുമോ? അതും പറ്റൂല. അതിന്റെ റിഫ്ലക്ഷൻസ് കാണും. ഈ ലൈറ്റ് ഓൺ ആയപ്പോ ഇവിടെ സംഭവം നടക്കാനുണ്ട്. ഇലക്ട്രിസിറ്റി കണക്ടിവിറ്റി ഇവിടെ ഉണ്ട്, കറന്റ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ റിഫ്ലക്ഷനെ കാണാൻ കഴിയും.
നിങ്ങളുടെ ശരീരത്തിൽ പോലും റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ആത്മാവ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. വയസ്അലൂനക അനിർ റൂഹ് ഫഇദാ സവൈതുഹു വനഫഖ്തു ഫീഹി മിൻ റൂഹി ഫഖഉ ലഹു സാജിദീൻ. സയ്യിദുനാ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞയാണ് മലക്കുകളോട്, മലക്കുകളെ ആദമിന്റെ ശരീരത്തിലേക്ക് എന്റെ റൂഹ്, ഞാനായിട്ട് പടച്ച എന്റെ പ്രത്യേകമായ സവിശേഷമായ റൂഹ്, അള്ളാന്റെ റൂഹ് എന്നല്ല ഇവിടെ അർത്ഥം, പക്ഷെ വാക്കിന്റെ അർത്ഥം റൂഹി മിൻ റൂഹി സവൈതുഹു വനഫഖ്തു ഫീഹി മിൻ റൂഹി, എന്റെ റൂഹ് ഞാൻ അതിലേക്ക് ഊതിയാൽ. അള്ളാന്റെ റൂഹാണോ അത് മനുഷ്യന്റെ റൂഹ്? അല്ല, അള്ളാഹുവിന്റെ സവിശേഷമായ സൃഷ്ടിയാണ്. ആ ഒരു സൃഷ്ടിക്ക് മഹത്വം വരാൻ വേണ്ടി കണ്ണുകളിൽ നിന്ന് അള്ളാഹു മറച്ചു വെച്ചു. പടച്ചോനെ കാണണമെന്ന് വാശി പിടിക്കുന്നവരോട് ചോദിക്കുക, നമ്മുടെ സ്വന്തം ശരീരത്തിലെ റൂഹിന്റെ മഹത്വം അത് കാണാതിരിക്കുന്നിടത്താണെങ്കിൽ അല്ലാഹു ജല്ല ജലാലുവിന്റെ മഹത്വം, ആ റബ്ബ് തആലയെ എൻ്റെ കൺമുമ്പിൽ എനിക്ക് കാണണം എന്ന് വാശി പിടിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്വത്തെ ചെറുതായി കാണലല്ലേ? നമ്മുടെ ചെറിയ കണ്ണുകൊണ്ട് കാണുമെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്തെല്ലാം കാണാത്തതുണ്ട്. നമ്മൾ ഈ എയറിലിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ എത്ര ടെലിവിഷൻ സിഗ്നലുകൾ, റേഡിയോ സിഗ്നൽ, ഇന്റർനെറ്റ് സിഗ്നലുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. എത്ര ഫിലിമും പാട്ടും വേദമൊക്കെ കടന്നു പോകുന്ന മുമ്പിലൂടെ അറിയുന്നുണ്ടാവും. ഒന്ന് കണക്ഷൻ എടുത്ത് നോക്കിയാലേ അറിയുള്ളൂ. നമ്മൾ കാണുന്നുണ്ടോ? കാണാത്ത എത്രയാണ് ഈ ലോകത്തുള്ളത്. എന്നിട്ട് കുട്ടികൾ പോലും പറയാൻ തുടങ്ങി, പടച്ചോണ്ടോ യാ അല്ലാഹ് ഫഖഉ ലഹു സാജിദീൻ, എന്റെ സവിശേഷമായ റൂഹ് ഞാൻ ആ ദേഹത്തേക്ക് സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന് ജീവൻ വരുന്നതോടുകൂടെ ആ ജീവനെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ സുജൂദിൽ വീഴണം. റൂഹ് വരുമ്പോഴേക്കും നിങ്ങൾ സുജൂദിൽ വീഴണം. ആദം നബി അലൈഹിസ്സലാമിന് റെസ്പെക്റ്റ് ആയിട്ട് സുജൂദിൽ വീഴണം. ആ റൂഹ് അല്ലാഹു എടുത്തു കളയുമ്പോൾ നമ്മൾ കാണുന്ന പോലുമില്ല. റബ്ബ് തആലയെ നിങ്ങൾ വണങ്ങണം എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന് സുജൂദ് നമിക്കണം എന്ന് പറയുമ്പോൾ, അള്ളാഹു ജല്ല ജലാലുവിന്റെ മഹത്വത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ റബ്ബിന്റെ മഹത്വത്തെയാണ് നമ്മൾ കാണണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? വാശി പിടിക്കുന്നത്. കാണപ്പെടുന്നത് മാത്രമാണോ പ്രപഞ്ചത്തിലുള്ളത്? കാണാത്ത എന്തൊക്കെയുണ്ട്? من أراد الآخرة ومن أراد الآخرة وسعى لها سعيها وهو مؤمن. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം പണിയെടുക്കേണ്ടത്. ഈമാൻ വലിയൊരു വിഷയം. വെറുതെ അന്ധവിശ്വാസത്തിൽ അല്ല നമ്മൾ ജീവിക്കുന്നത്. റബ്ബ് തആലയുടെ സാന്നിധ്യം ബോധിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന്റെ സാന്നിധ്യം ബോധിച്ചുകൊണ്ടുള്ള ജീവിതം. അതുകൊണ്ട് ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലകും ഫഹ്ദറൂഹും, നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹദറൂഹും, നിങ്ങളവരെ സൂക്ഷിക്കണേ. ശുദ്ധ ഖുർആൻ എന്തായാലും അർത്ഥം എന്നറിയോ? കുടുംബത്തെ ശത്രുത ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് പറയുന്ന ഭാര്യയുണ്ട്. ഭാര്യ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് കൊടുക്കല്ലേ എന്ന് പറയുന്ന ഭർത്താവുണ്ട്. ഉപ്പമാരോ ഉമ്മമാരോ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് വേണ്ടാത്തതാണ്, പാടില്ലാത്തതാണെന്ന് പറഞ്ഞ് ബിദ്ഈ ആശയങ്ങൾ കുത്തിവെക്കുന്നവരുണ്ട്. ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലകും ഫഹ്ദറൂഹും, നിങ്ങളവരെ കരുതിയിരിക്കണേ എന്ന് സൂറത്തു തഗാബുൻ അല്ലാഹു തആല പറയാം. വാപ്പമാര് മരിച്ചു കഴിയുമ്പോ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോലും, അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പോലും പാടില്ലെന്ന് പറയാം. ഇത്രയും ജഹലുള്ള ആളുകൾ കേരളത്തിലുള്ള വലിയ അത്ഭുതമാട്ടോ. വെറുതെ വർത്താനം പറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, അവിടെ മയ്യത്ത് വെച്ചിരുന്നിട്ട് ഖുർആൻ ഓതുമ്പോഴേക്കും അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇങ്ങനെയും ജഹാലത്ത് നമ്മൾ കടന്നുകൂടിയത് അറിവില്ലായ്മയാട്ടോ, അറിവില്ലായ്മയാണത്. നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ബന്ധുക്കളിലും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിലും നന്മകളെ തടഞ്ഞു വെക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഫഹ്ദറൂഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം. ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹ് ഫലാ തഖാഫൂഹും വഖാഫൂൻ.
നിങ്ങളോട് പലതും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്ന പിശാചും നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. വെറുതെ പേടിപ്പിക്കുക. എന്തായിരിക്കും ഇന്ത്യന്റെ ഭാവി? എന്തായിരിക്കും? ആ വരുന്ന പോലെ ഉണ്ടാവും. അല്ല എന്താവും? എന്ത് സംഭവിക്കും? അല്ലാഹുവിന്റെ ഖലാഅ് സംഭവിക്കും. നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ചെയ്തിരിക്കണം. നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിച്ചിരിക്കണം. രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ നമ്മുടെ സമ്മതിദായക അവകാശം അത് ശരിയായ യുക്തിബോധത്തോടുകൂടെ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നവർക്ക് നൽകുക നമ്മൾ ചെയ്യേണ്ട പണിയാണ്. ബാക്കി അല്ലാഹുവിന്റെ ഇടപെടലാണ്. ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹ്. പിശാചിനെ താലോലിക്കുന്ന ആളുകളെ അവൻ പേടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ തകരും, നിങ്ങൾ ഇല്ലാതെയാകും, നിങ്ങൾ അങ്ങനെയാക്കി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാഹുവിന്റെ ഖലാഇനപ്പുറം ഒരു മനുഷ്യനും ഒന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല. ആരൊക്കെയാണോ എന്തൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ 60 സെക്കൻഡ് അപ്പുറത്തേക്ക് ശ്വാസം കിട്ടാൻ നിൽക്കാൻ പറ്റാത്ത ഈ മനുഷ്യനായി പറയുന്നത്, ആ ആൾക്ക് പോലും, ആ ആളുടെ നിലനിൽപ്പ് പോലും അജയ്യനായ അല്ലാഹുവിന്റെ കരങ്ങളിലാണ്. നമ്മളൊക്കെ റബ്ബിന്റെ വിധിക്ക് താഴെ കിടക്കുന്ന പാവകളാണ്. ആരെ പേര് പേടിപ്പിക്കാൻ? അവിടെ ആരെ പേടിപ്പിക്കാനാണ്? അള്ളാഹുവിന്റെ വിധിന്യായത്തിലും റബ്ബിന്റെ നീതിയിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് എന്ത് പേടി? പിശാച് പേടിപ്പിക്കുന്നുണ്ട്. ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹ്. പിശാച് അവന്റെ ആളുകളെ പേടിപ്പിക്കുന്നുണ്ട്. ഇടക്കിങ്ങനെ നിരാശ വരും. എന്തിനിപ്പോ ഇതൊക്കെ പേരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമുണ്ടോ? ഖിയാമത്ത് നാള് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഈത്തപ്പനയുടെ ചെടി, ഫസീല എന്നതിന് അറബിൽ പറയാം. ഇദാ ഖാമത്തിൽ ഖിയാമ വഫീ യദി അഹദികും ഫസീല. ഒരു ഈത്തപ്പനയുടെ കുരുവിൽ നിന്ന് മുളച്ചു വന്ന ചെറിയൊരു ചെടി, കുരുവിൽ നിന്ന് മുളച്ചിട്ടേ ഉള്ളൂ, ചെറിയൊരു സ്പ്രൗട്ട്. അത് നിങ്ങൾ കയ്യിൽ പിടിച്ച് നിങ്ങളുടെ തോട്ടത്തിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാൻ പോകുന്ന നേരത്താണ് അന്ത്യനാളിന്റെ വിളംബരങ്ങൾ കേൾക്കുന്നതെങ്കിൽ പോലും ആ ഈത്തപ്പൻ അവിടെ നട്ടുപിടിപ്പിച്ചുകൊണ്ടേ നിങ്ങൾ ഖിയാമത്തിന് ഒരുങ്ങാൻ പാടുള്ളൂ. തീർന്നില്ലേ? ഇനി ആർക്കാണിത്? ഇനി ഭൂമിയില്ലല്ലോ, ഇനി പ്രപഞ്ചമില്ലല്ലോ, ഇനി മഹ്ശറയില്ലയോ, ലോകം അവസാനിച്ചില്ലേ എന്ന് പറഞ്ഞ് ആ ഈത്തപ്പന നടാതെ പോകരുത്. ഇത് ആർക്ക് വേണ്ടി എന്ന് ചിന്തിക്കരുത്. ആര് നട്ടുപിടിപ്പിക്കാനെന്ന് ആലോചിക്കരുത്. നിങ്ങൾക്കത് നട്ടുപിടിപ്പിക്കാൻ കഴിയുമോ അത് നട്ടുവെച്ചതിന്റെ ശേഷമേ ഖിയാമത്തിന് വേണ്ടി ഒരുങ്ങാൻ പാടുള്ളൂ. ആര് പറഞ്ഞു? നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഭരണം അവസാനിക്കണം, കൂടണം, മാറണമെന്നല്ല വിഷയം. ലോകം അവസാനിക്കാൻ ഖിയാമത്തിന്റെ വിളംബരം കേൾക്കുകയാണെങ്കിൽ പോലും പിന്നെ ആരുണ്ടാവാനാ ഇവിടെ? ആര് തിന്നാനാണത്? ആര് നനച്ചു കൊടുക്കാനാണ്? ആർക്കുപകാരം? മനുഷ്യര് പോലും ഇവിടെ ഉണ്ടാവില്ലല്ലോ. എങ്കിൽ പോലും നിങ്ങൾ ആലോചിക്കേണ്ടത് പോസിറ്റീവായിട്ടാണ്. നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക, നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. പേടിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും പിശാചിന്റേതാണെന്ന് വിശുദ്ധ ഖുർആൻ. യുഖവ്വിഫു ഔലിയാ. അവനെ താലോലിക്കുന്നവരെ തന്നെയാണ് അവൻ പേടിപ്പിക്കുന്നത്. ഫലാ തഖാഫൂഹും വഖാഫൂൻ. നിങ്ങൾ പിശാചുക്കളെയല്ല പേടിക്കേണ്ടത്, എന്നെയാണ് പേടിക്കേണ്ടത്. അല്ലാഹു പറയാം. നമ്മുടെ വിശ്വാസങ്ങളെ വിശുദ്ധ ഖുർആൻ കടഞ്ഞെടുക്കുക. നമ്മുടെ ഖൽബിൽ കിട്ടേണ്ട ഒരു എനർജിയുണ്ട്. അതില്ലാണ്ട് ബോഡിക്ക് എനർജി ഉണ്ടായിട്ട് കാര്യമില്ല. ഖൽബിൽ കിട്ടേണ്ട എനർജിയുണ്ട്. فلا تخافوهم وخافون إن تطع أكثر من في الأرض يضلوك عن سبيل الله. മനുഷ്യരുടെ പ്രകൃതം വിശുദ്ധ ഖുർആൻ പറയുന്നു, മെജോറിറ്റി എന്താണോ ചെയ്യുന്നത് അത് ഞാനും ചെയ്തേക്കണം എന്ന് ചിന്തിക്കുന്നത് മനുഷ്യരുടെ ഒരു രീതിയാണ്, അല്ലേ? എല്ലാവരും ചെയ്യണില്ലേ എന്ന് പറയും. അതുകൊണ്ട് ഇപ്പൊ അത് ഹലാലാകുമോ? ഇപ്പം ലോൺ എടുക്കാത്തൊരു പാര, ഏത് വീടിൻ്റെ പിന്നെ ഡോക്യുമെൻ്റ് ബാങ്കിലില്ലാത്തത് എല്ലാവരും ഇത് ചെയ്യുന്നില്ലേ? ഉസ്താദും ചെയ്തിട്ടില്ലേ? ഏതെങ്കിലും ഉസ്താദ് ചെയ്യുന്നുണ്ടാവും. അത് വിചാരിച്ചിട്ട് ഹലാലാകുമോ? ആവൂല. ഇനിയിപ്പോൾ നാട്ടുകാർ മൊത്തം കള്ളുടിക്കാൻ തീരുമാനിച്ചു. പള്ളിയിൽ ഉസ്താദ് ഒന്ന് കുടിച്ചു എന്ന് തോന്നുക, സങ്കല്പിക്കുക. ലാ സമഹല്ലാ മഅദല്ലാ. അപ്പോൾ ആൾക്കാർ ആ പാലത്തിലൂടെ അവിശ്വാസികൾ കടന്നു പോലാണ്. എന്തേ? അവരെ ഡയറക്റ്റ് കൊണ്ടുപോകും. പിന്നെ ആ പാലത്തിലൂടെ പോകുന്നവരാരാന്നറിയോ? മുസ്ലിമീങ്ങളായിട്ട് ജീവിച്ചവരാ. ആ കൂട്ടത്തിൽ തെറ്റുകാർ അവിടെ താഴെ വീഴും, അല്ലാത്തവർ അപ്പുറത്തേക്ക് എത്തും.
അവിശ്വാസികൾ ആ പാലത്ത് വിടയില്ല. വെറുതെ എന്തിനാ ട്രാഫിക് ഉണ്ടാക്കണേ? പോകേണ്ടത് ഡയറക്റ്റ് അള്ളാഹുവിന്റെ മലക്കൾ പിടിച്ചുകൊണ്ടു പോകും. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് പരലോകത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അധ്വാനം അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതിന് റബ്ബ് തആല അല്ലാഹു ആരാണ് എന്ന് മനസ്സുകൊണ്ട് ബോധ്യപ്പെടുക. വിശുദ്ധ ഖുർആനിലൂടെ അഷ്റഫുകൾക്ക് പഠിപ്പിച്ചു തന്ന ഉലമാ പഠിപ്പിച്ചു തരുന്നതിലൂടെ അല്ലാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും ഉണ്ട്, റബ്ബിന്റെ നാമവിശേഷണങ്ങളുണ്ട്, അല്ലാഹുവിന്റെ ആട്രിബ്യൂട്ട്സ് 99 നെയിംസ് ഓഫ് അല്ലാഹ്. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ, നാമവിശേഷണങ്ങളാണത്. അതിന്റെ ഓരോന്നിന്റെയും വിശദമായ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് അല്ലാഹു ആരാണെന്ന് മനസ്സിലാവുള്ളൂ. അല്ല അല്ലാഹു എന്ന് പറഞ്ഞ ഒരാളോട് ഉണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാൽ മതിയോ? അവിടെ ഒരാളുണ്ട്, അതാണോ വിശ്വാസം? ആൾ ആരാണ്? അല്ലാഹുവിന്റെ ഖുദ്റത്ത് എന്താണ്? അല്ലാഹുവിന്റെ ഇൽമ് എന്താണ്? അല്ലാഹുവിന്റെ ഖിബ്റത്ത് എന്താണ്? ഇതറിയണം.